ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ നിഗൂഢ സഞ്ചാരി എന്ന പദം വ്യക്തമായി ചേരുക മഹാരാഷ്ട്രയുടെ രാഷ്ട്രീയ അധികായനായി ഇപ്പോഴും തുടരുന്ന ശരത് പവാറിന് തന്നെയാണ്. വീണ്ടും പവാർ തെളിയിച്ചിരിക്കുന്നു, വഴങ്ങേണ്ടിടത്ത് വഴങ്ങിയും ഇടയേണ്ടിടത്ത് ഇടഞ്ഞും രാഷ്ട്രീയ ചേരിതിരിക്കൊപ്പം പദവികൾക്കൊപ്പം സഞ്ചരിച്ച് തനിക്കിനിയും മുന്നോട്ട് പോകാനുണ്ടെന്ന്. മഹാരാഷ്ട്രയിലെ പ്രതിപക്ഷ നിരയെ ആശങ്കയിലാക്കി ശരത് പവാറിൻ്റെ പുതിയ നീക്കം ഉദ്ധവ് താക്കറെ എന്ന മറ്റൊരു അധികാരിനെ വീഴ്ത്തിയ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയ്ക്കും സ്വന്തം പാർട്ടി പിടിച്ചെടുത്ത് തന്നെ പുറത്താക്കിയ മരുമകൻ അജിത് പവാറിനും മഹാരാഷ്ട്ര BJPയുടെ ചാണക്യനായ ദേവേന്ദ്ര ഫട്നാവിസിനും സ്വന്തം വീട്ടിൽ പ്രതിപക്ഷ നിരയിലെ മുഖ്യനായ ശരത് പവാർ സുഭിക്ഷമായ അത്താഴമൊരുക്കുന്നു എന്നത് തന്നെ. അപ്പോൾ ഒരു ചോദ്യം, ശരത് പവാറും അനുയായികളും എങ്ങോട്ടേക്കാണ് ഈ യാത്ര? ഉത്തരം നേരെ BJP പാളയത്തേക്ക് തന്നെ എന്നാണ്. ബാരാമതിയിൽ ഒരു സർക്കാർ പരിപാടിക്ക് എത്തുന്ന ഈ മൂവരോടും തൻ്റെ വസതിയിലെ അത്താഴ വിരുന്നിന് എത്തണമെന്നാണ് പവാർ അഭ്യർത്ഥിച്ചിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പവാറിൻ്റെ നീക്കത്തെ രാഷ്ട്രീയ കേന്ദ്രങ്ങൾ സൂക്ഷ്മതയോടെയാണ് നിരീക്ഷിക്കുന്നത്. പവാറിൻ്റെ മകൾ സുപ്രിയയുടെ മണ്ഡലം കൂടിയാണ് ബാരാമതി. ഉദ്ധവ് താക്കറെ സർക്കാരിനെ അട്ടിമറിച്ചതും അജിത് പവാർ തൻ്റെ NCPയെ വെട്ടിമുറിച്ചതുമെല്ലാം മറന്നുള്ള പവാറിൻ്റെ ഈ അത്താഴ നീക്കത്തിന് പിന്നിലെ ബുദ്ധികേന്ദ്രം മകൾ സുപ്രിയ സുലെ തന്നെയെന്ന് വ്യക്തം. ബാരാമതിയിലെ MP-യാണ് ശരത് പവാറിൻ്റെ മകൾ സുപ്രിയ സുലെ. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുപ്രിയയ്ക്കെതിരെ അജിത് പവാറിൻ്റെ ഭാര്യ സുനേത്ര പവാറിനെ NDA സ്ഥാനാർത്ഥിയെ പരിഗണിക്കുന്നുണ്ട്. അത് വെട്ടണം, തനിക്ക് സുപ്രിയയെ പാർട്ടിയുടെ നേതൃനിരയിൽ എത്തിക്കണം, അവിടെ വീണ്ടും MP ആക്കണം. അതിന് തടസ്സം നിൽക്കുന്ന അജിത് പവാറിനെ അനുനയിപ്പിക്കണം. ഒപ്പം മകളുടെ സ്ഥാനം സുരക്ഷിതമാക്കാൻ NDAയിലേക്ക് സുരക്ഷിതമായൊരു പാത ഒരുക്കണം. ഇതിനാണ് ഏക്നാഥ് ഷിൻഡെ, അജിത് പവാർ, ദേവേന്ദ്ര ഫട്നാവിസ് ത്രിമൂർത്തികളെ ബാരാമതിയിലെ വസതിയിലേക്ക് അത്താഴ വിരുന്നിന് ശരത് പവാർ ക്ഷണിച്ചിരിക്കുന്നതും ഏവരെയും ഞെട്ടിച്ചിരിക്കുന്നതും. ആരാണ് ഈ ശരത് പവാർ? അടുപ്പമുള്ളവർ പറയും തികച്ചും നിഗൂഢൻ. രാഷ്ട്രീയ ഭേദമന്യേ ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കുന്ന പ്രായോഗിക രാഷ്ട്രീയ ചാണക്യൻ. എന്ത്, എപ്പോൾ, എവിടെ, എങ്ങനെ പ്രവർത്തിക്കുമെന്ന കാര്യം നിഗൂഢമാണിപ്പോഴും. മനസ്സിലുള്ള കാര്യങ്ങൾ ഊഹിച്ചെടുക്കാൻ അടുപ്പമുള്ളവർക്ക് പോലും അസാധ്യം. പതുങ്ങിയിരുന്നു നിന്ന് എതിർപ്പാളയത്തിലേക്ക് പ്രഹരശേഷിയുള്ള ശരങ്ങളെയ്യാനും രാഷ്ട്രീയ തന്ത്രങ്ങൾ മെനയാനും കെൽപ്പുള്ള ഒരു നേതാവ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പല പാർട്ടികൾക്കും പലപ്പോഴായി പവാർ ഏൽപ്പിച്ച പ്രഹരങ്ങൾ അത്ര ചെറുതൊന്നുമല്ല. രാഷ്ട്രീയത്തിൽ സ്ഥിരം ശത്രുക്കളും സ്ഥിരം മിത്രങ്ങളും ഇല്ല, ഉള്ളത് സ്ഥാനങ്ങളും പാർട്ടിയും മാത്രം എന്നത് മാറ്റി പവാറിൻ്റെ കാര്യത്തിൽ ചെറിയൊരു തിരുത്തൽ കൊണ്ടുവരാം. രാഷ്ട്രീയത്തിൽ സ്ഥിരം ശത്രുക്കളെയും മിത്രങ്ങളാക്കി മാറ്റാൻ സാധിക്കും. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി രാജ്യത്ത് മാറിക്കൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ രാഷ്ട്രീയ സമവാക്യങ്ങൾ അതിസൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ് ജനവും പവാറും. ഏറ്റവും ഒടുവിലെ രാഷ്ട്രീയ നാടകങ്ങളിലൊന്നാണ് മഹാരാഷ്ട്രയിലെ പവാറിൻ്റെ ട്രിപ്പിൾ ഷോക്കായത്. NCP അധ്യക്ഷ സ്ഥാനം മാസങ്ങൾക്ക് മുമ്പ് രാജിവെക്കുന്നു. 2 ദിവസത്തിന് ശേഷം തിരികെ അധ്യക്ഷനാകുന്നു. പാർട്ടിയിലെ ശക്തനായ നേതാവ് അജിത് പവാറിനെ ഗ്യാലറിയിലേക്ക് തള്ളിയ മകൾ സുപ്രിയ സുലെയും പ്രഫുൽ പട്ടേലിനെയും വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിയോഗിക്കുന്നു. എല്ലാം പെട്ടെന്ന്. പിന്നാലെയായിരുന്നു സുപ്രീം കോടതിയുടെ പവാറിനെ തകർത്ത ആ വിധി. യഥാർത്ഥ NCP തൻ്റേതല്ല, അജിത് പവാറിൻ്റെതാണ്. പാർട്ടി ചിഹ്നം പോലും അജിത് പവാർ കൊണ്ടുപോയി. ശരത് പവാറും മകളും പെരുവഴിയിലുമായി. എന്താണ് പവാർ നേരത്തെ NCP അധ്യക്ഷ സ്ഥാനം രാജിവെച്ച് അണികളെ ഞെട്ടിക്കാൻ കാരണം? നേരത്തെ പാർട്ടി വിട്ട് BJPയുമായി സഖ്യം ചേർന്നു. എന്നാൽ പിന്നെ വീണ്ടും NCPയിൽ തിരിച്ചെത്തിയ അജിത് പവാർ വീണ്ടും BJPയുമായി അടുക്കുന്നതാണ് പവാറിൻ്റെ രാജിക്ക് പിന്നിൽ എന്ന അഭ്യൂഹങ്ങളും പരന്നിരുന്നു. എന്നാൽ ഇക്കാര്യങ്ങളിലൊന്നും തന്നെ ശരത് പവാർ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. പ്രതികരണം മിക്കവാറും ഈ അത്താഴ വിരുന്നിലുണ്ടായേക്കാം. പവാറിൻ്റെ രാജി കൃത്യമായ പദ്ധതികൾ തന്നെയായിരുന്നു എന്ന് വേണം വിലയിരുത്താൻ. ഭരണം നഷ്ടപ്പെട്ടതോടെ അന്ന് പാർട്ടി അധ്യക്ഷനോടും ജനങ്ങൾക്കുള്ള മതിപ്പ് എത്രത്തോളമെന്ന് നേരിട്ടറിയണം. അതിനുവേണ്ടിയായിരുന്നു അത്രേ പവാർ അന്ന് ഇത്തരമൊരു രാജ്യനാടകം കളിച്ചത്. പാർട്ടി തലപ്പത്തേക്ക് അടുത്തതായി ആര് വരണമെന്ന് തീരുമാനിക്കാനുള്ള ഒരു ഇടവേള കൂടിയായിരുന്നു ആ 2 ദിവസമെന്നും രാഷ്ട്രീയ വിദഗ്ധർ പറയുന്നുണ്ട്. പവാറിന് ശേഷം ആരെന്ന ചോദ്യത്തിന് ഉത്തരം സുപ്രിയ സുലെയിലും അജിത് പവാറിലും ചുറ്റിപ്പറ്റിയുള്ളതായിരുന്നു. പവാർ ഒറ്റയ്ക്ക് ഉത്തരം കണ്ടെത്തി സുപ്രിയ സുലെ. പക്ഷേ ഇപ്പോൾ അതിൽ ചില തിരുത്തലുകൾ വേണ്ടി വന്നേക്കാം. അജിത് പവാറും അതിൽ പങ്കാളിയായേക്കാം. ഗൂഢ രാഷ്ട്രീയ നീക്കങ്ങൾ കൂടി പവാർ പലപ്പോഴായി അണികളെയും നേതാക്കളെയും എതിരാളികളെയും ഞെട്ടിച്ചുകൊണ്ടേയിരുന്നു. എതിരാളികളെ പോലും തൻ്റെ സൗഹൃദ വലയത്തിലെത്തിക്കാനുള്ള മിടുക്ക് രാഷ്ട്രീയ ഭേദമന്യേ സുഹൃത്ത് ഭേദങ്ങൾ ശക്തിപ്പെടുത്താൻ പവാറിനെ തെല്ലൊന്നുമല്ല സഹായിച്ചത്. എതിരാളികൾ പോലും പവാറിനെ അംഗീകരിച്ചു തുടങ്ങിയത് ഇക്കാരണത്തിലായിരുന്നു. തൻ്റെ അണികളോട് ആഴത്തിലുള്ള ആത്മബന്ധം, അവരുമായി പ്രവർത്തനങ്ങളുമായി മുന്നോട്ട്
അങ്ങനെ പോയ പവാറിനെ ജനം തുടക്കത്തിൽ അംഗീകരിച്ചിരുന്നു. അങ്ങനെയാണ് 1958 പവാർ MLA ആയി തിരഞ്ഞെടുക്കപ്പെടുന്നത്. അതും തൻ്റെ 26-ാം വയസ്സിൽ കോൺഗ്രസിൽ നിന്ന് മത്സരിച്ചാണ് ആ ജയം. യൂത്ത് കോൺഗ്രസിലായിരിക്കെ ഗ്രാമങ്ങളിൽ ചെന്ന് അണികൾക്കിടയിൽ പ്രവർത്തിച്ച് അടിത്തറ ശക്തിപ്പെടുത്തിയ പവാറിന് പിന്നീട് ഒരു പാർട്ടിയുമായും തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. ഈ ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസിനെ പുലർത്തി വലംദാദാ പാട്ടീൽ സർക്കാരിനെ താഴെയിട്ട് ജനതയുമായുള്ള സഖ്യത്തിലൂടെ 78-ൽ പവാറിന്റെ നേതൃത്വത്തിൽ മഹാരാഷ്ട്രയിൽ ഒരു സർക്കാർ അധികാരമേറ്റത്. 10 വർഷങ്ങൾക്ക് ശേഷം തന്നെ 32-ാം വയസ്സിലായിരുന്നു അദ്ദേഹം മഹാരാഷ്ട്ര മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിയത്. കാലങ്ങൾക്കിപ്പുറം മഹാരാഷ്ട്രയിൽ ഏക്നാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിൽ വിമത നീക്കത്തിനൊടുവിൽ BJP അധികാരത്തിൽ വന്നതും 78-ൽ പവാറിന്റെ നേതൃത്വത്തിൽ അന്ന് സംഭവിച്ചതിന് സമാനമാണ് എന്നത് കാലത്തിന്റെ കാവ്യനീതിയാണ്. 1969-ൽ കോൺഗ്രസ് പാർട്ടി പിളർന്നപ്പോൾ ഇന്ദിരയ്ക്കൊപ്പമായിരുന്നു പവാർ. വസന്തറാവു നായിക് മന്ത്രിസഭയിൽ ആഭ്യന്തരം അങ്ങനെ പവാറിന്റെ കയ്യിലെത്തി. 77-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ദിര തോറ്റു. ജനതാ സഖ്യം അധികാരത്തിലേറി. പവാർ കോൺഗ്രസ് യുവിലേക്കും ചേക്കേറി. 1980-ൽ ഇന്ദിരാഗാന്ധി സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ ആർട്ടിക്കിൾ 356 പ്രകാരം പവാറിന്റെ നേതൃത്വത്തിലുള്ള മഹാരാഷ്ട്ര സർക്കാരിനെ ഇന്ദിരാഗാന്ധി പിരിച്ചുവിട്ടു. പിന്നീട് അവിടെ കോൺഗ്രസ് അധികാരത്തിലെത്തി. 85-ൽ MLA ആയി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട പവാർ സംസ്ഥാന രാഷ്ട്രീയത്തിൽ വീണ്ടും സജീവമായി. തന്റെ MP സ്ഥാനം ഉപേക്ഷിച്ചായിരുന്നു പവാർ അങ്ങനെ സംസ്ഥാന നിയമസഭയിലേക്ക് എത്തിയത്. ജനതാ പാർട്ടിയും BJPയും അങ്ങനെ പ്രതിപക്ഷത്തിന്റെ ഭാഗമായി. പവാർ പ്രതിപക്ഷ നേതാവുമായി. 87-ൽ ശിവസേനയുടെ ഉദയമാണ് പവാറിനെ വീണ്ടും കോൺഗ്രസിലേക്ക് എത്തിച്ചത്. 88-ൽ SP ചവാനെ രാജീവ് ഗാന്ധി കേന്ദ്ര ആഭ്യന്തരമന്ത്രിയാക്കിയതോടെ പവാർ വീണ്ടും മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രിയായി. 91-ൽ രാജീവ് ഗാന്ധി വധത്തിന് പിന്നാലെ പവാർ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് സ്വയം മുന്നോട്ട് വന്നു. തൻ്റെ അവകാശവാദങ്ങൾ പിന്നീട് മാറ്റിവെക്കേണ്ടി വന്നു. നരസിംഹറാവുവിന് വേണ്ടി അന്ന് വഴിമാറി കൊടുക്കേണ്ടി വന്നു. അന്നത്തെ വിട്ടുവീഴ്ചയുടെ ഭാഗമായി ആഭ്യന്തര വകുപ്പ് കിട്ടിയത് പവാറിന് തന്നെ. 93-ലെ ബോംബെ കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയായിരുന്ന സുധാകർ റാവു നായിക്ക് സ്ഥാനമൊഴിയുന്നു. അതോടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി കസേരയിൽ നിന്നും പവാർ വീണ്ടും മഹാരാഷ്ട്രയിലെ മുഖ്യമന്ത്രി പദത്തിലേക്ക് തികച്ചും തന്ത്രപരമായി വരുന്നു. പിന്നീട് പവാറിനെ പലവിധം അഴിമതികളും വിവാദങ്ങളും വിടാതെ പിന്തുടർന്നു. മഹാരാഷ്ട്രയിൽ നടന്ന സ്ഫോടന പരമ്പരകൾ, പോലീസ് വെടിവയ്പ്പുകൾ, എൻകൗണ്ടറുകൾ ഇതൊക്കെ പവാറിനെ പ്രതിക്കൂട്ടിലാക്കി. എന്നിട്ടും തളർന്നില്ല. NDA സഖ്യത്തെ നേടാൻ കോൺഗ്രസും മറ്റ് പ്രതിപക്ഷ പാർട്ടികളും കൈകോർത്ത് നിൽക്കുമ്പോഴാണ് സഖ്യത്തിലെ മുതിർന്ന പാർട്ടി നേതാവ് ശരത് പവാറിന്റെ ഈ ഒളിച്ചുകളി. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് എന്തുകൊണ്ടും പ്രതിപക്ഷ നിരക്ക് ഇന്ത്യ മുന്നണിക്ക് അഗ്നിപരീക്ഷ തന്നെയാണ്. അതുകൊണ്ട് തന്നെ NDA നേടാൻ വേണ്ടി പ്രതിപക്ഷ പാർട്ടികൾ ഒറ്റക്കെട്ടായി നിൽക്കുമ്പോൾ മുതിർന്ന അംഗമായ ശരത് പവാർ ഒപ്പമുണ്ടാകുമോ എന്നതാണ് ഇനി കണ്ടറിയേണ്ടത്. പൊതു മിനിമം പരിപാടിയുടെ പൊടിതട്ടിയെടുത്ത കോൺഗ്രസും NDAയും 2024-ൽ എന്തെങ്കിലും ഒരു അത്ഭുതം തെരഞ്ഞെടുപ്പിൽ കാട്ടിയാൽ പവാർ അതിന് നോ പറയാൻ നിൽക്കുമെന്നും പറയില്ല. കാരണം പവാർ ഇന്ത്യ മുന്നണിയാണ് ഇത്തവണ വിജയിക്കുന്നതെങ്കിൽ അങ്ങോട്ടേക്ക് തിരിയും. അല്ല, മൂന്നാമതൊരു ഊഴമാണ് NDAക്ക് ലഭിക്കുന്നതെങ്കിൽ ആ പക്ഷത്തേക്കും. പക്ഷേ പവാറിൻ്റെ ഇപ്പോഴത്തെ പൊക്ക് BJP പക്ഷത്തേക്ക് തന്നെയാണ്. അതിനുള്ള കളമൊരുക്കിക്കൊണ്ടിരിക്കുകയാണ് ശരത് പവാർ. പ്രായോഗിക രാഷ്ട്രീയത്തിൻ്റെ കളരി പവാറിന് പഠിച്ചു വളർന്ന അജിത് പവാറിൻ്റെ BJP പ്രവേശനത്തിനൊപ്പം ഉണ്ടാകുമോ പവാറിൻ്റെ ആ രംഗപ്രവേശവും എന്നാണ് ഇപ്പോഴത്തെ ചോദ്യം.